നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദേവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സേതുബന്ധനം നടത്തുന്നതിന് മുമ്പ് ശ്രീരാമൻ ആരാധിക്കപ്പെട്ട സോമനാഥ ജ്യോതിർലിംഗം ഭാരതത്തിൻ്റെ ദക്ഷിണ ഭാഗത്ത് സമുദ്രതീരത്ത് പരിപാവനമായ രാമേശ്വരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ചതുർധാമങ്ങളിൽ ഒന്നായ രാമേശ്വര ക്ഷേത്രം ശൈവ വൈഷ്ണവന്മാരുടെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ഇതുപോലെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 12 ജ്യോതിർലിംഗങ്ങൾ ശിവാരാധനയിലൂടെ നമ്മുടെ സംസ്കാരവും ആധ്യാത്മികവുമായ ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിലുള്ള ഉപാധിയായി വർത്തിക്കുന്നു. മഹാശിവരാത്രിയിലെ ദിവ്യമായ ആരാധനകളിൽ ഭാഷാപരമായും ഭൂമിശാസ്ത്രപരമായുമുള്ള അനേകം വൈജാത്യങ്ങൾ വിസ്മരിച്ചുകൊണ്ട് ഭാരത ജനത ഏകമനസ്കരായി ആസേതു ഹിമാചലം പരന്നു കിടക്കുന്ന 12 ജ്യോതിർലിംഗങ്ങളെ ഭക്തിപൂർവ്വം സ്മരിക്കുന്നു. നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏകതയ്ക്കും അഖണ്ഡതയ്ക്കും വേണ്ടിയുള്ള സമർപ്പണം കൂടിയാണ് ശിവരാത്രി ആഘോഷം. തുടർന്ന് നമുക്ക് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. കിം മരണം മൂർഖത്വം കിം ച അനർഘം യദവസരേ ദത്തം ആമരണാത് കിം ശല്യം പ്രച്ഛന്നം യത്കൃതം പാപം. കിം മരണം മൂർഖത്വം കിം ച അനർഘം യദവസരേ ദത്തം ആമരണാത് കിം ശല്യം പ്രച്ഛന്നം യത്കൃതം പാപം. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. എന്താണ് മരണം? ഏറ്റവും ശ്രേഷ്ഠമായ സമ്പത്ത് ഏത്? മരണം വരെ ശല്യമായി ഇരിക്കുന്നത് എന്ത്? ശ്രീമദ് ശങ്കരാചാര്യരുടെ പ്രശ്നോത്തര രത്നമാലികയിലെ ഈ ചോദ്യങ്ങളെ വ്യാഖ്യാനിക്കുകയാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി. പ്രശ്നോത്തര രത്നമാലികയിൽ 13 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. മൊത്തം 37 ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിച്ചു. തുടർന്ന് അടുത്ത ശ്ലോകം കിം മരണം മൂർഖത്വം കിം ചാനർഘം യദ അവസരേ ദത്തം ആമരണാത് കിം ശല്യം പ്രച്ഛന്നം യത്കൃതം പാപം. കിം മരണം മൂർഖത്വം കിം ചാനർഘം യദവസരേ ദത്തം ആമരണാത് കിം ശല്യം പ്രച്ഛന്നം യത്കൃതം പാപം. 38ാമത്തെ ചോദ്യമാണ് കിം മരണം. മരണം എന്നാൽ എന്താണ്?
എന്താണ് മരണം? ഇപ്പോൾ സാധാരണയായിട്ട് എന്താണ് മരണം എന്ന് ചോദിച്ചാൽ പ്രാണവിച്ഛേദമാണ് മരണം എന്നാണ് മറുപടി പറയുക. പ്രാണൻ പോകുന്നതാണ് മരണം. ശരീരത്തെ ജീവനുള്ളതാക്കി നിലനിർത്തിയ പ്രാണൻ്റെ വിയോഗമാണ് പ്രാണവിയോഗ മരണ എന്നാണ് സാധാരണ പറയുക. എന്നാൽ ഇവിടെ ആചാര്യൻ പറയുകയാണ് മൂർഖത്വം, മൂർഖതയാണ് മരണം. മൂർഖ ശബ്ദത്തിന് മലയാളത്തിൽ പലപ്പോഴും ദുഷ്ടൻ എന്നൊക്കെയുള്ള അർത്ഥം ഉണ്ടായേക്കാം, പക്ഷേ സംസ്കൃതത്തിൽ അങ്ങനെ അർത്ഥമില്ലേ ഇല്ല. മൂർഖ ശബ്ദത്തിന് മൂഢത എന്നാണ് അർത്ഥം, തിരിച്ചറിവില്ലായ്മ. ശരിയേത് തെറ്റേത്, ചെയ്യേണ്ടതെന്ത് ചെയ്യരുതാത്തതെന്ത്, ഈ തിരിച്ചറിവില്ലായ്മയാണ് മൂർഖത്വം, മൂഢത എന്ന് പറയാം. അപ്പോൾ അത് തന്നെയല്ലേ മോഹവും അത് തന്നെ. പക്ഷേ മൂർഖത്വം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരാൾ മോഹിതനായി ഇരിക്കുമ്പോൾ ഒരു ശ്രേഷ്ഠനായ ആൾ ഒരു ഉപദേശം കൊടുത്താൽ തിരിച്ചറിയും. എന്നാൽ മൂർഖനാകട്ടെ അവന് ഉപദേശം കിട്ടിയാലും തിരിച്ചറിയില്ല. 1000 പേര് ഉപദേശിച്ചാലും അവന് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവൻ അജ്ഞാനത്തിൽ തന്നെ കുടുങ്ങി ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും തിരിച്ചറിയാതെ, വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാതെ കഴിയും. അവൻ ഔചിത്യബോധം ഉണ്ടാവില്ല. ഒരു സന്ദർഭത്തിൽ, ഒരു ദേശത്തിൽ, ഒരു കാലത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അവന് അറിവുണ്ടാവില്ല. ഇങ്ങനെ എല്ലാ പ്രകാരത്തിലും മൂഢനായി തന്നെ കഴിയുന്നതാണ് മൂർഖത്വം. മനുഷ്യനായിട്ടും മൂർഖത്വത്തെ അവലംബിക്കുന്നതിനെയാണ് ആചാര്യൻ ഇവിടെ മരണം എന്ന് പറയുന്നത്. അല്ലാതെ പ്രാണവിച്ഛേദമല്ല മരണം, മൂർഖത്വമാണ് മനുഷ്യനെ സംബന്ധിച്ച് മരണം. ഇത് വളരെ ശ്രദ്ധേയമാണ്. അടുത്ത ചോദ്യം, കിംചാനർഘം, അനർഘമായത് എന്താണ്? അനർഘം, വിലമതിക്കാനാവാത്തത്, ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും ശ്രേഷ്ഠമായി വിലമതിക്കാനാവാത്ത സമ്പത്ത് എന്താണ്? ഇതാണ് ചോദ്യം. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഭൗതികമായ രത്നാദികളെക്കുറിച്ചൊക്കെ പറഞ്ഞേക്കാം, രത്നം അനർഘമാണെന്നൊക്കെ. എന്നാൽ ഇവിടെ ആചാര്യം പറയുകയാണ് യത് അവസരേ ദത്തം, അവസരത്തിൽ ദത്തം കൊടുക്കപ്പെട്ടത്, ദാനം ചെയ്യപ്പെട്ടത്. അപ്പോൾ അവസരത്തിൽ നൽകപ്പെട്ടതാണ് അനർഘമായത്. ദേശകാലങ്ങൾക്കനുസരിച്ച് ഒരു വ്യക്തി അത്യാവശ്യകതയിലിരിക്കുന്ന സമയത്ത് അയാൾക്ക് എന്ത് ദാനം ചെയ്തോ ആ ദാനമാണ്, നൽകപ്പെട്ടതാണ് ഏറ്റവും വിലമതിക്കാനാവാത്ത സമ്പത്ത്. ഒരാൾ കഷ്ടപ്പാടിലിരിക്കുമ്പോൾ, ഒരാൾ ക്ലേശത്തിലിരിക്കുമ്പോൾ, അയാൾ അനിവാര്യതയിലിരിക്കുന്ന സമയത്ത് അയാൾക്ക് നൽകപ്പെട്ടത് ആ സമയത്താണ് നൽകേണ്ടത്. ഒരാൾ സമ്പന്നതയിലിരിക്കുമ്പോൾ അയാൾക്ക് വീണ്ടും നമ്മൾ എന്തെങ്കിലും നൽകിയാൽ ചിലപ്പോൾ അയാൾക്ക് സന്തോഷമുണ്ടാവുമായിരിക്കാം. അതുപോലല്ല ഇത്. ഇപ്പം യഥാവസരത്തിൽ നൽകപ്പെട്ടത്, ഇത് കേവലം പൈസ എന്നോ സമ്പത്തെന്നോ അർത്ഥമെടുക്കരുത്. ഒരാൾ കഷ്ടപ്പാടിൽ ഉഴറുന്ന സമയത്ത് അയാൾക്ക് നൽകുന്ന സമാധാനവും ശാന്തിയുമാകാം. ഒരാൾ വഴി അറിയാതെ ഉഴറുന്ന സമയത്ത് അയാൾക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നതോ കാണിച്ചു കൊടുക്കുന്നതോ ആകാം. അയാൾ വലിയൊരു മാനസിക വ്യഥ അനുഭവിച്ചിരിക്കുന്ന സമയത്ത് അയാൾക്ക് ശാന്തി നൽകുന്നതാകാം. ഒരാൾ സാമ്പത്തിക ക്ലേശത്തിലിരിക്കുന്ന സമയത്ത് അയാൾക്ക് സമ്പത്ത് ദാനം ചെയ്യുന്നതാവാം. തീർച്ചയായിട്ടും ഒരറിവുണ്ടെങ്കിൽ രക്ഷപ്പെടാവുന്ന സാഹചര്യത്തിൽ അറിവ് ഉപദേശിക്കുന്നതാകാം. അതുകൊണ്ട് എന്താണ് ഇവിടെ ദത്തം എന്നുള്ളത് നമുക്ക് വ്യാഖ്യാനിക്കാൻ വയ്യ, പലതാവാം. ഏതു തന്നെയായാലും അവസരത്തിനൊത്ത് സാഹചര്യത്തിൽ ദത്തമാകുന്നതാണ് ഏറ്റവും വലിയ വിലമതിക്കാനാവാത്ത സമ്പത്ത്. അതിൽ സന്ദേഹമില്ല. അതുകൊണ്ടാണ് അനർഘമായത് എന്ത് എന്ന ചോദ്യത്തിന് അവസരേ ദത്തം എന്ന് മറുപടി പറഞ്ഞത്. തുടർന്ന് ആമരണാത് കിം ശല്യം, മരണം വരെ, മരണം വരെ ശല്യമായിരിക്കുന്നത് എന്താണ്? ശല്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹത്ത് തുളഞ്ഞ് കയറിയ അമ്പ്, അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തിനുള്ളിലേക്ക് പ്രവേശിച്ച മുള്ള്, ഇതൊക്കെ ശല്യങ്ങളാണ്.
ഇപ്പോൾ വലിയൊരു മുള്ള് തറച്ചു, അല്ലെങ്കിൽ ശരീരത്തിനുള്ളിലേക്ക് അമ്പേറ്റു, എന്തെങ്കിലും ഒരു ആയുധവിശേഷമോ അപ്രകാരമുള്ള വസ്തുവോ നമ്മുടെ ശരീരത്തിനുള്ളിൽപ്പെട്ടാൽ അത് കഠിനമായ വേദനയെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത് പഴുത്ത് അചിന്ത്യമായ വേദനയെ നമുക്കുണ്ടാക്കും. അതാണ് ശല്യം. അപ്പം മരണം വരെ ശല്യമായി നിലനിൽക്കുന്നത് എന്താണെന്നാ ചോദ്യം ഒരു മനുഷ്യനെ സംബന്ധിച്ച്. മറുപടി, പ്രച്ഛന്നം യത്കൃതം പാപം. പ്രച്ഛന്നമായി ചെയ്യപ്പെട്ട പാപമാണ് ശല്യം. പ്രച്ഛന്നമായി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കാണാതെ രഹസ്യമായി ചെയ്തത്. അപ്പോൾ രഹസ്യമായി നമ്മളൊരു പാപം ചെയ്താൽ നമ്മൾ വിചാരിക്കുക എന്താ, ഞാൻ ചെയ്തത് ആരും അറിയില്ലല്ലോ, ഞാൻ ഈ തെറ്റ് ചെയ്തത് ആരും അറിയില്ലല്ലോ, വളരെ രഹസ്യമായി ഞാൻ വിജയിച്ചിരിക്കുന്നല്ലോ എന്നാണ് നമ്മൾ വിചാരിക്കുക. അതൊരാളെ വഞ്ചിച്ചതോ മറ്റേതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചതോ ആവാം, മറ്റൊരു വ്യക്തിത്വത്തിലേക്ക് കടന്നു കയറിയതാവാം, എങ്ങനെയാണെന്ന് പറയാൻ വയ്യ. ചെയ്യരുത് എന്ന് വിലക്കപ്പെട്ട വികർമ്മത്തെ ചെയ്താൽ അതാണ് ഇവിടെ പാപം. അപ്പോൾ അങ്ങനെ പാപകർമ്മത്തെ പ്രച്ഛന്നമായി, നമ്മളെപ്പോഴും പാപകർമ്മത്തെ ചെയ്യുമ്പം പ്രച്ഛന്നമായിട്ടാണ് ചെയ്യുക, നാലാൾ അറിയാതെയാണ് ചെയ്യുക. കുറച്ച് കേമാണെന്ന് നമുക്ക് തോന്നുന്നത് 10 ആളെ അറിയിച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ പ്രച്ഛന്നമായി ചെയ്ത് കഴിഞ്ഞാൽ പുറമേ ആരും അറിഞ്ഞില്ലെന്ന് വന്നേക്കാം, പക്ഷെ നമ്മുടെ ഉള്ളിൽ അത് വലിയൊരു ശല്യമായിട്ട് മരണം വരെ കിടക്കും. ആ ദുഷ്കർമ്മത്തിൻ്റെ ഫലം മരണം വരെ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. നീറി നമ്മൾ പ്രതിദിനം കഴിയേണ്ടി വരും. അതാണ് ഈ ചോദ്യവും ഉത്തരവും നമ്മളെ പഠിപ്പിക്കുന്നത്. ആമരണാത് കിം ശല്യം, മറുപടി പ്രച്ഛന്നം കൃതം പാപം. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഏതൊന്നറിഞ്ഞാൽ പിന്നെ മറ്റൊന്നും അറിയേണ്ടതായ ആവശ്യമില്ലാത്ത അവസ്ഥയാണ് സർവജ്ഞത്വം എന്ന് പറയുന്നത്. ഭാഗവതം ദശമസ്കന്ധത്തിലെ 1-ാം അധ്യായത്തിലെ 12-ാം ശ്ലോകത്തിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കുകയാണ് സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ ഇന്ന് സനാതനധർമ്മത്തിൽ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ദശമസ്കന്ധം 8-ാമത്തെ ശ്ലോകം. രോഹിണ്യാസ്തനഃ പ്രോക്തോ രാമസംഘർഷണസ്ത്വയാ ദേവഖ്യാ ഗർഭസംബന്ധ കുതോ ദേഹാന്തരം വിന. സംഘർഷൺ എന്ന കൂടി പേരുള്ള രാമൻ രോഹിണിയുടെ തനേഹ പുത്രൻ എന്ന് ത്വയാ അങ്ങയാൽ പ്രോക്ത പറയപ്പെട്ടു. നവമസ്കന്ധത്തിൽ ചുരുക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേഹാന്തരം വിന അന്യശരീരം കൂടാതെ ദേവകിയുടെ ഗർഭസംബന്ധ ഗർഭത്തിലുള്ള ചേർച്ച കുതഹ എങ്ങനെയുണ്ടായി? ഇതാണ് ഇവിടെ ചോദിക്കുന്നത്. അന്യസംബന്ധം ഒന്നും കൂടാതെ ദേവകിയുടെ ഗർഭത്തിൽ എങ്ങനെയാണ് ഈ ചേർച്ച ഉണ്ടായത്? അല്ലയോ ഭഗവാനെ, അതൊന്ന് രാമനെക്കുറിച്ച് ഒന്ന് ശുകബ്രഹ്മർഷി വിസ്തരിച്ച് ആദ്യം ഒന്ന് പറഞ്ഞു തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കസ്മാത് മുകുന്ദോ ഭഗവാൻ പിതൃഗേഹാത് വ്രജം ഗതഃ ക്വവാസം ജ്ഞാതിഭിർസാർദ്ധം കൃതവാൻ സ്വത്വതാം പതി. പറയാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഐശ്വര്യാദി യുക്തനായിരിക്കുന്ന സഹിതനായ മുകുന്ദ ശ്രീകൃഷ്ണ ഭഗവാൻ. കസ്മാത് ഏത് കാരണത്താലാണ് പിതുഹു അച്ഛൻ്റെ ഗേഹാത് വീട്ടിൽ നിന്ന് വ്രജം ഗോകുലത്തെ ഗതഃ പ്രാപിച്ചു? എന്ത് കാരണത്താലാണ് ശ്രീകൃഷ്ണ ഭഗവാന് മധുരാപുരിയിൽ നിന്ന് ഗോകുലത്തിലേക്ക് പോകാൻ ഇടവന്നത്? നന്ദഗോപരുടെയും യശോദയുടെയും മകനായി തീരാൻ എങ്ങനെയാണ് സാഹചര്യമുണ്ടായത്? സ്വാത്വതാംപതി, ഭക്തരക്ഷകനായിരിക്കുന്നവനെയാണ് സ്വാത്വതാംപതി എന്ന് പറയുന്നത്. ജ്ഞാതിഭീ സാർത്ഥം, ജ്ഞാതിഭീ ബന്ധുക്കളോട് സാർത്ഥം കൂടി ഏത് ദിക്കിൽ വാസത്തെ കുരുവാൻ ചെയ്തു. ബന്ധുക്കളോടൊത്ത് എവിടെയാണ് പിന്നീട് ഭഗവാൻ വസിച്ചതെന്നുള്ള കാര്യവും വ്യക്തമായി ചോദിക്കുകയാണ്. വ്രജേവസൻ കിമകരോത് മധുപുരിയാം ച കേശവ ഭ്രാതരം ചാവധി കംസം മാധുരധാതദർഹണം. വ്രജേ
ഗോകുലത്തിലും മധുരാപുര്യാം ച മധുരയിലും വസിക്കുന്നവനായിട്ട് കേശവ ശ്രീകൃഷ്ണ ഭഗവാൻ കിം എന്ത് അകരോത് ചെയ്തു. അതായത് ഗോകുലത്തിലും മധുരാപുരിയിലുമായി വസിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ എന്താണ് ചെയ്തത്? മാധു അമ്മയുടെ ഭ്രാതരം സഹോദരനും അതദർഹം വധിക്കാൻ യോഗ്യനല്ലാത്തവനെയാണ് അതദർഹമെന്ന് പറയുന്നത്. വധിക്കാൻ യോഗ്യനല്ലാത്തവനാണ് അമ്മയുടെ സഹോദരൻ എന്ന് പറയുമ്പോൾ. അങ്ങനെയുള്ള കംസനെ അദ്ധ സാക്ഷാതായിട്ട് നേരിട്ട് കിം എന്തു ഹേതുവായിട്ടാണ് വധിച്ചത്? പ്രശ്നമാണ് ചോദിക്കുന്നത്. രാമന് എങ്ങനെയാണ് ദേവകിയുടെ ഗർഭത്തിലുണ്ടായെന്ന് ആദ്യത്തെ ചോദ്യം ചോദിച്ചു. രണ്ടാമത്തത് ഭഗവാന് എങ്ങനെയാണ് മധുരാപുരി വിട്ട് നന്ദഗോപരുടെ വസതിയിൽ ചെന്ന് ഗോകുലത്തിൽ പോയി വസിക്കാൻ ഇടവന്നതെന്ന് ചോദിച്ചു. പിന്നെ അവിടെ എന്തൊക്കെയാണ് ഭഗവാൻ ചെയ്തതെന്നുള്ള കാര്യം വിസ്തരിച്ച് പറഞ്ഞു തരണം. ഒരിക്കലും വധിക്കുവാൻ പാടില്ലാത്ത അമ്മാവനെ എങ്ങനെയാണ് ഭഗവാൻ വധിച്ചതെന്നുള്ള കാര്യവും എനിക്ക് സന്ദേഹമുണ്ട്. അമ്മയുടെ സഹോദരനല്ലേ, ആ കർമ്മം ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. എല്ലാവരുടെ ഉള്ളിലുള്ള സംശയങ്ങളുടെ നിവാരണം കൂടിയാണ് ഭാഗവതം മൂലം എന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് വയ്ക്കുക. എന്നിട്ട് പറയുകയാണ്, ദേഹം മാനുഷമാശ്രിത്യ കതിവർഷാണി വൃഷ്ണിഭി യദുപുരിയാം സഹാവാസീത് പത്ന്യാ കത്യഭവാൻ പ്രഭോഹോ. പറയാം, മാനുഷം ദേഹം, ഈ മനുഷ്യ ശരീരത്തെ മനുഷ്യ ശരീരത്തെ ആശ്രയിച്ചിട്ട് വൃഷ്ണിഭിഹി സഹ വൃഷ്ണി വംശത്തിൽപ്പെട്ടവരോടുകൂടി യദുപുരിയിൽ മധുരാപുരിയിൽ കതിവർഷാണ് എത്ര വർഷമാണ് അവാസീത് ഭഗവാൻ വസിച്ചു. പ്രഭുവിന് കതിപത്ന്യാഹ എത്ര ഭാര്യമാരുണ്ടായിരുന്നു? അഭവത് ഉണ്ടായിരുന്നു. അപ്പോൾ സംശയങ്ങളാണ് ഈ ചോദിക്കുന്നതൊക്കെ. മനുഷ്യ ശരീരത്തെ ആശ്രയിച്ചിട്ട് വൃഷ്ണി വംശത്തിൽ എത്ര കാലം ഭഗവാൻ ഉണ്ടായിരുന്നു മധുരാപുരിയിൽ? എത്ര വർഷത്തോളം ഭഗവാൻ ജീവിച്ചിരുന്നു? പിന്നെ രണ്ടാമത്തതോ, എത്ര പുത്രന്മാരുണ്ടായിരുന്നു, എത്ര ഭാര്യമാരുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ വ്യക്തമാക്കി തരേണ്ടത് എന്ന്. അപ്പോൾ പരീക്ഷത്തിൻ്റെ മനസ്സിൽ ഭഗവാനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആഗ്രഹമുദിക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ശുകബ്രഹ്മർഷിയോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. പ്രസ്തുത ചോദ്യങ്ങൾക്കെല്ലാം ശുകബ്രഹ്മർഷി കൃത്യമായ ഉത്തരങ്ങൾ നൽകുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രേഷ്ഠമാണ് ഈ ഭാഗങ്ങൾ. ഇതിലൊക്കെ നമ്മുടെ മനസ്സിൽ ചെറിയ സംശയങ്ങളൊക്കെ തോന്നാമെങ്കിലും ആ തോന്നുന്ന സംശയങ്ങളുടെ നിവാരണം കൂടി ഭാഗവതം നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. ഭക്തിയോടുകൂടി ശ്രവിക്കുക എന്നുള്ളതാണ് അത്യുത്തമം. അങ്ങനെ ശ്രവിക്കുമ്പോഴാണ് ഭഗവത് അനുഗ്രഹം കൊണ്ടും സ്വമനസ്സിൻ്റെ ഏകാഗ്രതയുള്ള വിചാരം കൊണ്ടും രണ്ടും കൊണ്ട് നമുക്ക് ഈ ഭാഗവത തത്വത്തിൻ്റെ സൂക്ഷ്മാംശത്തെ ഗ്രഹിക്കാൻ കഴിയും. സാധാരണ രീതി ഭക്തി എന്ന് പറയുമ്പം നാമജപത്തിൽ മാത്രം ഇരിക്കുന്ന ഭക്തിയാണ് നമ്മൾ കാണുന്നത്. എല്ലാ ദേവതകളും ഒന്നൊന്നും എല്ലാ ദേവതാസങ്കല്പത്തിലും ഭക്തിയോടുകൂടി സമീപിച്ച് ആരാധിക്കണമെന്നും അത് അന്ധക്കരണ വിശുദ്ധിക്കായിരിക്കണമെന്നും തത്വാർത്ഥത്തെ വെളിപ്പെടുത്തുന്നുണ്ട് ഭാഗവതം. അതുകൊണ്ട് അന്ധക്കരണ വിശുദ്ധി നേടാനുള്ള ഭക്തിയാണ് ഇവിടെ പരമപ്രധാനമായി വെളിപ്പെടുത്തുന്നത്. അതുതന്നെയാണ് ഉപദേശിക്കുന്നത്. അതുകൊണ്ട് അത് ഗ്രഹിക്കുവാനുള്ള താല്പര്യത്വം നമ്മളിൽ വർദ്ധിപ്പിക്കുകയും വേണം. നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. Oh
മഹാദേവൻ മനസ്സു വച്ചാലെന്തും നടക്കും. മമ്മിയുരപ്പൻ ശ്രീ മഹാദേവൻ മനസ്സു വച്ചാലെന്തും നടക്കും. അമ്മയൂരിനെ മഹിമയൂരാക്കും, മമ്മിയൂരെന്നു പേരു തിരുത്തും. അമ്മയൂരിനെ മഹിമയൂരാക്കും, മമ്മിയൂരെന്നു പേരു തിരുത്തും. മുക്കണ്ണുകളാൽ അനുഗ്രഹം പൊഴിക്കും. ഹരശങ്കര ശിവശങ്കര ദുരിതം കളശിവനെ ഹരിദാസ്യമുടനിശം മമ വളരാൻ വഴിവരണേ. വരണേ മമ ഗുരുമന്ദിരരമണേ प्रभुं प्राणनाथं विभुं विश्वनाथं जगन्नाथनाथं सदानन्दभाजां भवाद्भव्यभूतेश्वरं भूतनाथं शिवं शङ्करं शम्भुमीशानमे प्रभु प्राणनाथं विभुं विश्वनाथं. गले मुण्डमालं तनौ सर्पजालं महाकालकालं गणेशा